ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തഃശൗചയജ്ഞത്തിന്റെ രാമകഥാ രസവാഹിനി എന്ന പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 307 അധ്യായമാണ് എടുക്കുന്നത്. ശ്രീമതി പ്രിയങ്കയാണ് ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നത്. നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദാണ്. അപ്പൊ ശ്രീമതി പ്രിയങ്ക ഓങ്കാരം പറഞ്ഞ് സായി ഗായത്രി 3 പ്രാവശ്യം പറഞ്ഞിട്ട് തുടങ്ങിക്കോളൂ കേട്ടോ. സായിരാം. സായിരാം. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഓം ശ്രീ സായിരാം. എനിക്ക് കിട്ടിയത് 17ാമത്തെ ചാപ്റ്റർ, ഭരതാഗമനം. ഭരതന്റെ ശ്രീരാമദേവനെ തേടിയുള്ള വനയാത്രയെ കുറിച്ചും അവിടെ നിന്ന് മൂവരെയും ശ്രീരാമ ലക്ഷ്മണ സീതാദേവിയെ അനുനയിപ്പിച്ച് അയോധ്യയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ കുറിച്ചെല്ലാമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. മന്ത്രിമാരും കുലഗുരുവും ബ്രാഹ്മണരും സന്യാസിമാരും അയോധ്യ നഗരിയിലെ പ്രമുഖ നേതാക്കന്മാരും ജനങ്ങളും എല്ലാവരും ഒരുമിച്ചൊരു സ്ഥലത്ത് സമ്മേളിച്ചിരിക്കുന്നു. കൗസല്യയിൽ നിന്നും സുമിത്രയിൽ നിന്നും വനത്തിലേക്ക് പോകുവാനുള്ള അനുമതി നേടി ഭരതനും ശത്രുഘ്നനും എല്ലാവരും സംഗമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ആഗതരായി. എല്ലാവരും നിശബ്ദരായിരിക്കുന്നു. രാജകുമാരന്മാർ അവരെന്താണ് തീരുമാനിച്ചതെന്നറിയാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എല്ലാവരും. അടുത്തതായി രാജഭരണം ഏറ്റെടുക്കേണ്ടത് ഭരതനാണ്. ഭരതൻ ആഗതനായി കുലഗുരുവായ വസിഷ്ഠ മുനിയുടെ പാദം തൊട്ട് വന്ദിച്ച് തന്റെ തീരുമാനം അറിയിക്കുകയാണ്. താൻ ഈ രാജ്യം ഭരിക്കാൻ അർഹനല്ല. കാരണം തന്റെ മാതാവിന്റെ ദുഷ്പ്രവൃത്തി തന്നെ. അവർ തന്റെ ജ്യേഷ്ഠനെ വനത്തിലേക്കും തന്റെ പിതാവിനെ സ്വർഗത്തിലേക്കും അയച്ച് ഈ അയോധ്യ നഗരിയെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു. ഇങ്ങനെയൊരു കഠിനഹൃദയയായ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ജനിച്ച ഞാനും കഠിനഹൃദയനായിരിക്കും. എന്റെ ഭരണം ജനങ്ങൾക്ക് ആപത്ത് വരുത്തും. ദുഷ്പ്രവൃത്തിയിലൂടെ ജ്യേഷ്ഠന്റെ ഭരണസ്ഥാനം കൈക്കലാക്കി എന്ന് കരുതി ജനങ്ങൾ എന്നെ ആദരിക്കുകയില്ല. എന്റെ ആജ്ഞകൾ അനുസരിക്കുകയുമില്ല. അധർമ്മിയുടെ പുത്രനായ ഞാൻ അധർമ്മം ചെയ്തവരെ എങ്ങനെയാണ് ശിക്ഷിക്കുന്നത്? ഒരുപക്ഷെ ഒരു രാജാവിന്റെ അധികാരം ഉപയോഗിച്ച് പ്രതികാര നടപടികൾ ചെയ്തേക്കുമോ എന്ന ഭയം കാരണം ഇപ്പോൾ തൽക്കാലം രാജഭരണം ഞാൻ ഏറ്റെടുത്താൽ ജനം പ്രതികരിക്കില്ലായിരിക്കാം. പക്ഷെ അവസരമൊത്തു വന്നാൽ അവർ എനിക്കു നേരെ കൈചൂണ്ടും. അതുമാത്രമല്ല മുനെ, എന്റെ ജ്യേഷ്ഠൻ വനാന്തരങ്ങളിൽ നഗ്നപാതനായി അലഞ്ഞു നടക്കുമ്പോൾ ഈ രാജസിംഹാസനത്തിന്റെ സുഖലോലുപതയിൽ ഞാൻ എങ്ങനെ സന്തുഷ്ടനാകും? തന്റെ ഹൃദയവേദന ശമിപ്പിക്കാൻ രാമദർശനത്തിനു മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊക്കെ വസിഷ്ഠ മുനിയോട്
ഭരതൻ ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ടുനിന്ന എല്ലാവർക്കും ഭരതന്റെ പാശ്ചാത്താപ മനസ്സിന്റെ നിർമ്മലത്വം ബോധ്യപ്പെടുകയും കൈകേയിയുടെ ദുർബുദ്ധിയിൽ ഭരതൻ അകപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് ഗുരുജന പൗരപ്രമാണിമാരിൽ മുഖ്യനായ ഒരുവന്റെ അപേക്ഷ പ്രകാരം അയോധ്യ നഗരവാസികളെയെല്ലാം തന്റെ കൂടെ വനയാത്രയ്ക്ക് വരുവാൻ അനുവാദം കൊടുക്കുകയും ചെയ്തു. ഈ സമയം കൈകേയി തന്റെ തെറ്റുകളിൽ പശ്ചാത്തപിച്ച് യാത്രയിൽ തന്നെയും ഉൾപ്പെടുത്തണമെന്ന് കൗസല്യ രാജ്ഞിയോട് അപേക്ഷിച്ചു. നിഷ്കളങ്കയായ കൗസല്യ മറുത്തൊന്നും പറയാതെ അനുമതി കൊടുക്കുകയും ചെയ്തു. ദശരഥ മഹാരാജാവിന്റെ ചരമാഗതിയോടനുബന്ധിച്ച് ജനക മഹാരാജാവും പത്നിയായ സുനയന രാജ്ഞിയും വസിഷ്ഠമുനിയുടെ ആവശ്യപ്രകാരം അയോധ്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരും യാത്രയിൽ ചേർന്നു. യാത്രയ്ക്കുള്ള രാജകുമാരന്മാർ രണ്ടുപേരും ജഡതിയിൽ യാത്രയ്ക്കുള്ള സജ്ജീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ നടത്തി. എല്ലാവരും പ്രിയനാഥന്റെ അടുത്തേക്കുള്ള യാത്രാ ആഗതമാകുന്നതും കാത്ത് സന്തോഷത്തോടെ രാത്രി നിദ്ര പോകി. പിറ്റേന്ന് പുലർച്ചെ എല്ലാവിധ അന്നപാന വസ്ത്ര ക്രമീകരണങ്ങളോടും വാഹന ഗജ രഥ തുരക പദാതികളായ ചതുരംഗപ്പടിയോടും കൂടി അഗ്നിദേവനെയും വന്ദിച്ച് വേദമന്ത്രോച്ചാരണത്തോടും കൂടി അവർ യാത്ര പുറപ്പെട്ടു. ഭരതനും ശത്രുഘ്നനും നഗ്നപാതരായി നടന്നു. രഥത്തിൽ കയറിയില്ല. തന്റെ പ്രിയ സന്താനങ്ങളുടെ ഈ പ്രവൃത്തി കൗസല്യാമ്മയ്ക്ക് സഹിച്ചില്ല. കൗസല്യയും വസിഷ്ഠമുനിയും അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. അവർ യാത്ര തുടർന്നു. ആദ്യ ദിവസം രാത്രി തമസാ നദീ തീരത്തും രണ്ടാം ദിവസം രാത്രി ഗോമതി നദീ തീരത്തും കഴിച്ചുകൂട്ടി. ഗംഗാനദിയുടെ പോഷക നദിയാണ് ഗോമതി. യാത്രക്കിടയിൽ തങ്ങൾ കൊണ്ടുവന്ന അന്നപാനാദികൾ ഉപയോഗപ്പെടുത്തി യാത്രാക്ഷീണവും തീർത്തു. മൂന്നാം ദിവസം യാമത്തിൽ നിഷാദ രാജാവിന്റെ വാസസ്ഥലമായ ശൃംഗിവേരപുരത്ത് അവർ എത്തിച്ചേർന്നു. ഭരതൻ വമ്പിച്ച ജനക്കൂട്ടത്തെയും സൈന്യത്തെയും കൂട്ടിക്കൊണ്ടുവരുന്നത് കണ്ട് നിഷാദ രാജാവ് രാമദേവനെ അപായപ്പെടുത്തുകയാണോ ഭരതന്റെ ലക്ഷ്യമെന്ന് ആദ്യമൊന്നു ശങ്കിച്ചു. സംശയപ്രകാരമെന്നോണം ഭരതനും കൂട്ടരും ഗംഗാനദി മുറിച്ചു കടക്കുന്നത് തടയുവാൻ എല്ലാ തോണികളും നദിയുടെ അഗാധത്തിൽ ഒളിപ്പിക്കാൻ സ്വന്തം ആൾക്കാരോട് ആജ്ഞാപിക്കുകയും ചെയ്തു. താൻ ചിന്തിക്കുന്നത് സത്യമാണോ എന്നറിയുവാനും ഭരതന്റെ മനസ്സിലിരിപ്പ് അറിയുന്നതിനും വേണ്ടി അദ്ദേഹം ഒരു പദ്ധതിയിട്ടു. അദ്ദേഹം ഭരതനും അയോധ്യ നഗരവാസികളെയും സ്വീകരിക്കുന്നതിനായി നിരവധി കാഴ്ചദ്രവ്യങ്ങൾ ഒരുക്കിക്കൂട്ടി. ഗുഹൻ സമർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങളിൽ യഥേഷ്ടം ഫലമൂലാദികളും പുഷ്പങ്ങളും മാംസവും ഉണ്ടായിരുന്നു. ചക്രവർത്തി വംശത്തിൽപ്പെട്ട രാജകുമാരനാണ് ഭരതൻ. അദ്ദേഹം ഫലമൂലാദികൾ ഭക്ഷിക്കുന്നുവെങ്കിൽ സാത്വികനും, മാംസമാണ് ഭക്ഷിക്കുന്നതെങ്കിൽ രാജസകനും, മത്സ്യമാണ് യഥേഷ്ടം ഭക്ഷിക്കുന്നതെങ്കിൽ താമസനും തന്റെ ശത്രുവാണെന്നും കരുതണം എന്ന് ഗുഹൻ കണക്കുകൂട്ടി. പക്ഷേ വസിഷ്ഠമുനിയെ ദർശിച്ചതോടുകൂടി ഗുഹന്റെ എല്ലാ ശങ്കകളും മാറി. അദ്ദേഹം വസിഷ്ഠമുനിയുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു. വസിഷ്ഠമുനി ഭരതനെയും ഗുഹനെയും പരസ്പരം പരിചയപ്പെടുത്തി. തന്റെ ജ്യേഷ്ഠ സഖാവിനെ ഭരതൻ ആശ്ലേഷിച്ചു. ശ്രീരാമദേവൻ യാത്രാമധ്യേ ഗംഗാനദീ തീരത്ത് ഒരു രാത്രി തങ്ങിയ കാര്യം ഗുഹൻ ഭരതനോട് പറഞ്ഞു. രാമനും സീതയും തങ്ങിയ കുടിലും അദ്ദേഹം കിടന്ന തൃണശയ്യയും അങ്ങനെ രാമദേവന്റെ പുണ്യപാദങ്ങൾ സ്പർശിച്ച എല്ലാ സ്ഥലങ്ങളും ഗുഹൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ആ രാത്രി എല്ലാവരും അവിടെ തങ്ങിയ ശേഷം പിറ്റേന്ന് പുണ്യഗംഗയിൽ സ്നാനം ചെയ്ത് ഗുഹനോടും അദ്ദേഹത്തിന്റെ പ്രജകളോടും നന്ദി വാക്കും ചൊല്ലി മുന്നോട്ട് യാത്ര തുടർന്നു. മധ്യാഹ്നമായപ്പോഴേക്കും ഗംഗയുടെയും യമുനാ നദിയുടെയും സംഗമസ്ഥാനമായ പ്രയാഗിൽ എത്തിച്ചേർന്നു. പ്രയാഗ ത്രിവേണി എന്നും അറിയപ്പെടുന്നു. നഗ്നപാതനായി നടന്നതുകൊണ്ട് ഭരതന്റെ കാലുകൾ നന്നേ വ്രണപ്പെടുകയും പുകച്ചിൽ അനുഭവപ്പെടുകയും ചെയ്തു. മാതാവ് ജ്യേഷ്ഠന് കൊടുത്ത വേദനയുടെ പകരമാണെന്നോ ഈ വേദനയെന്നോർത്ത് ക്ഷണം തന്നെ ആശ്വസിക്കുകയും ചെയ്തു. അവിടെ വെച്ച് ഭരദ്വാജ മഹർഷിയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് പോവുകയും ഒരു രാത്രി അവിടെ കഴിച്ചുകൂട്ടുകയും ചെയ്തു. നവോന്മേഷം പകരുന്ന ശീതളപാനീയവും സ്വാദിഷ്ടമായ ഭക്ഷണവും വിളമ്പി ഭരദ്വാജ മുനിയും അദ്ദേഹത്തിന്റെ പത്നിയും അവരെ സ്വീകരിച്ചു. ഇതിനിടയിൽ ഭരതന്റെ മ്ലാനമായ വദനം ശ്രദ്ധിച്ച ഭരദ്വാജ മുനി
ഭരതനെ ആശ്വസിപ്പിക്കുകയും പിതാവിനാൽ രാജ്യം അർപ്പിക്കപ്പെട്ട മകനാണ്, രാജ്യം ഭരിക്കാൻ എന്തുകൊണ്ടും നീ അർഹനാണെന്ന് പറഞ്ഞ് ഭരതനെ അനുഗ്രഹിക്കുകയും അദ്ദേഹത്തിന്റെ സദ്ഗുണങ്ങളെ വാഴ്ത്തുകയും ചെയ്തു. പിറ്റേന്ന് പുലർച്ചെ സ്നാനവും കഴിഞ്ഞ് അവർ ആശ്രമത്തിൽ നിന്നും യാത്ര പുറപ്പെട്ടു. സായാഹ്നമായപ്പോൾ യമുനാ തീരത്തെത്തി. പുണ്യനദിയിൽ സ്നാനം ചെയ്തു യാത്ര തുടർന്നു. ചിത്രകൂടാചലവും മന്ദാകിനി നദിയും പിന്നിട്ട് ചിത്രകൂട ശൃംഗത്തിൽ എത്തിച്ചേർന്നു. അവിടെ അവർ ദണ്ഡനമസ്കാരം ചെയ്ത് യാത്രയുടെ വേഗത കൂട്ടി. ഇപ്പുറത്ത് പർണശാലയിൽ രാമനും സീതയും തങ്ങൾ തലേന്ന് രാത്രി കണ്ട സ്വപ്നത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. രാമൻ ദശരഥ മഹാരാജാവിനെ മാത്രമാണ് സ്വപ്നത്തിൽ കണ്ടത്. സീതാദേവി ഭരതനെയും ശത്രുഘ്നെയും കൃശഗാത്രരായി തന്റെ സ്വപ്നത്തിൽ കാണപ്പെട്ടുവെന്നും ശ്രീരാമദേവനോട് പറഞ്ഞു. ഇതൊരു ദുശകുനമാണെന്ന് രാമൻ പറഞ്ഞു. പിന്നീട് മൂവരും എഴുന്നേറ്റ് നദിയിൽ സ്നാനം ചെയ്യാൻ പോയി. പെട്ടെന്നാണ് ആകാശത്തിൽ കൂട്ടം കൂട്ടമായി പക്ഷികൾ പറക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വടക്കൻ പ്രദേശം കനത്ത പൊടിപടലം കൊണ്ട് അന്ധകാരമായി തീർന്നു. മൃഗങ്ങളും പക്ഷികളും നാനാഭാഗത്തും വിരണ്ടു പറക്കുകയും ഓടുകയും ചെയ്യുന്നു. ഭരതനും സൈന്യവും തങ്ങളുടെ പ്രദേശത്ത് എത്തിച്ചേർന്നതായി അവർ മനസ്സിലാക്കി. ലക്ഷ്മണൻ ക്രോധാഗ്നിയിൽ ജ്വലിച്ചുകൊണ്ട് പറഞ്ഞു, രാമനെ ആക്രമിക്കാൻ ഭരതനെ കച്ചകെട്ടി വിട്ടിരിക്കുകയാണ് ദുഷ്ടയായ അവന്റെ അമ്മ കൈകേയി. രാമൻ ലക്ഷ്മണനെ തടഞ്ഞു. ഭരതന്റെ സദ്ഗുണമഹിമയെക്കുറിച്ച് ലക്ഷ്മണന് വിവരിച്ചു കൊടുത്തുകൊണ്ട് ലക്ഷ്മണന്റെ ക്രോധത്തെ ശമിപ്പിച്ചു. ഭരതൻ ചില വനവാസികളെ വിട്ട് തങ്ങളുടെ ആഗമന വിവരം തന്റെ ജ്യേഷ്ഠനെ അറിയിച്ചു. രാമൻ അതീവ സന്തുഷ്ടനായി. വേഗത്തിൽ സ്നാനം ചെയ്ത് മൂവരും പർണശാലയിലേക്ക് മടങ്ങി. രാമനെ കണ്ട മാത്രയിൽ ഭരതൻ ദുഃഖാകുലനായി ഉച്ചത്തിൽ വിലപിച്ചു. ജ്യേഷ്ഠന്റെ പാദങ്ങളിൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. തങ്ങളെ പിരിഞ്ഞതിൽ ഭരതന് അതിയായ വേദനയുണ്ടെന്ന് ലക്ഷ്മണനും മനസ്സിലാക്കി. ഒരു നിമിഷം ഭരതനെ പഴിച്ചതിൽ പശ്ചാത്താപം തോന്നി ലക്ഷ്മണന്. താപസവേഷത്തിൽ രാമൻ തന്റെ പുൽക്കൂടിന് സമീപത്ത് മാതാവായ കൗസല്യയെ ഗാഢമായി ആശ്ലേഷിച്ചു. രാജ്ഞിമാരായ കൈകേയിയും സുമിത്രയും വസിഷ്ഠമുനിയും മന്ത്രിമുഖ്യന്മാരും പൗരന്മാരും എല്ലാവരും രാമന്റെ സമീപം വന്നു. രാമൻ എല്ലാവരെയും ആശ്വസിപ്പിച്ചു. ഭരതൻ ദശരഥ വിയോഗം രാമനെ അറിയിച്ചു. പിതാവിന്റെ വിയോഗവാർത്ത അദ്ദേഹത്തെ ദുഃഖത്തിൽ ആഴ്ത്തിയെങ്കിലും ക്ഷണം തന്നെ ശോകവിമുക്തനായി. ലക്ഷ്മണനെ എല്ലാം ധരിപ്പിച്ചു. അവസാന നിമിഷങ്ങളിൽ പിതാവിനൊപ്പം ഉണ്ടായിരുന്നില്ലല്ലോ എന്നോർത്ത് ലക്ഷ്മണന് വളരെ ദുഃഖം തോന്നി. രാമൻ ലക്ഷ്മണനെ ആശ്വസിപ്പിച്ചു. ചടങ്ങുകൾ അനുഷ്ഠിക്കാൻ രാമൻ ഭരതനെയും ശത്രുഘ്നെയും നദീതീരത്തേക്ക് കൊണ്ടുപോയി. ഇതിനിടയിൽ സീത ഭർതൃമാതാക്കളുടെ സമീപം ചെന്ന് പാദം തൊട്ടു വന്ദിച്ച് കുലഗുരുവിനെയും വന്ദിച്ച് എല്ലാവരെയും സ്വാഗതം ചെയ്തു. ദശരഥ മഹാരാജാവിന്റെ ദേഹവിയോഗം അറിഞ്ഞ സീതയും രാജ്ഞിമാരോട് കൂടി വളരെ നേരം കരഞ്ഞു. അന്ന് അവർ അന്നപാനാദികളെ ഭക്ഷിച്ചിരുന്നില്ല. രാവും പകലും ദുഃഖത്തിലാണ്ടു. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചപ്പോൾ വസിഷ്ഠൻ പിതാവിന്റെ ശേഷക്രിയ ചെയ്യാൻ രാമനോട് നിർദ്ദേശിച്ചു. ജലപവിത്രീകരണ മന്ത്രോച്ചാരണത്താൽ രാമൻ പിതാവിന്റെ ശേഷക്രിയ ചെയ്തു. 2 ദിവസം അയോധ്യ നഗരവാസികൾ രാമന്റെയും ലക്ഷ്മണന്റെയും കൂടെ ചിത്രകൂടത്തിൽ തങ്ങി. സീത അമ്മമാരെ ആശ്വസിപ്പിക്കുകയും നല്ല രീതിയിൽ പരിചരിക്കുകയും ചെയ്തു. ഇത്രയും പ്രതികൂല സാഹചര്യത്തിലും സന്തുഷ്ടയായിരിക്കുന്ന സീതയെ കണ്ട് അവർക്ക് അത്ഭുതം തോന്നി. രാമൻ വസിഷ്ഠമുനിയെ കണ്ട് അയോധ്യയിലേക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടു. വസിഷ്ഠമുനി ഭരതന്റെ ആവശ്യപ്രകാരം രാമനെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. ഒടുവിൽ ഭരതൻ നാടുകടത്തലിന്റെ ഭാരം വഹിക്കേണ്ട ഊഴം തന്റെയും ശത്രുഘ്നന്റേതുമാണെന്നും സീതാരാമ ലക്ഷ്മണന്മാർ അയോധ്യയിലേക്ക് തിരിച്ചു പോകണമെന്നും പറഞ്ഞു. രാമൻ ഈ വാദത്തിനൊന്നും വിധേയനായില്ല. തിരിച്ച് ഭരതനോട് മൃദുവായി നിന്നിൽ അർപ്പിക്കപ്പെട്ട ചുമതല ഏറ്റെടുത്ത് രാജ്യം നീതിനിഷ്ഠയോടുകൂടി ഭരിക്കാൻ ഉപദേശിച്ചു. സംഭവങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന കൈകേയി രാജ്ഞി ദുഃഖഭാരത്താൽ രാമന്റെ പാദം കെട്ടിപ്പിടിച്ച് താൻ ചെയ്തുപോയ ദുഷ്കർമ്മത്തെ പഴിചാരി ഉച്ചത്തിൽ നിലവിളിച്ചു. താൻ ദശരഥ രാജാവിൽ നിന്നും നേടിയ വരങ്ങളെക്കുറിച്ചും അതിനാലുണ്ടായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഓർത്ത് വളരെയധികം വ്യാകുലയായി. തന്റെ അവതാരോദ്ദേശം പൂർത്തീകരിക്കാനുള്ള ഉപകരണമായി അമ്മ പ്രവർത്തിച്ചുവെന്നേയുള്ളൂ എന്ന് പറഞ്ഞ് രാമൻ അവരെ ആശ്വസിപ്പിച്ചു. സംഭാഷണം കേട്ടുനിന്ന കൗസല്യക്കും സുമിത്രയ്ക്കും ദൈവേച്ഛയുടെ നിരപരാധിയായ ഉപകരണമാണ് കൈകേയി എന്ന് ബോധ്യമാവുകയും ചെയ്തു. രാമന്റെ മനസ്സുമാറാൻ 4 പകലും രാത്രിയും അവർ കാട്ടിൽ കഴിച്ചുകൂട്ടി. പക്ഷേ ഫലമുണ്ടായില്ല. ഇതിനിടയിൽ സീതാദേവിയുടെ പിതാവ് ജനകമഹാരാജാവും അദ്ദേഹത്തിന്റെ പട്ടമഹിഷി സുനയനയും രാമനെയും സീതയെയും കാണാൻ വളരെ നേരമായി കാത്തിരിക്കുകയായിരുന്നു. സുനയന രാജ്ഞി കൗസല്യയെയും മറ്റു രാജ്ഞിമാരെയും കാണാൻ സൗകര്യമുണ്ടോ എന്നറിയാൻ ഒരു പരിചാരികയെ വിട്ട് അന്വേഷിപ്പിച്ചു. ജ്യേഷ്ഠമാസം ശുക്ലപക്ഷം 11-ാം ദിവസം കാട്ടിൽ വെച്ച് 3 രാജ്ഞിമാരും സുനയന രാജ്ഞിയെ കണ്ടുമുട്ടി.
അവർ പരസ്പരം ബഹുമാനപൂർവ്വം പെരുമാറി. സീതയുടെയും രാമന്റെയും സ്വഭാവ മഹിമയെക്കുറിച്ച് 3 രാജ്ഞിമാരും പുകഴ്ത്തി. ദുഃഖത്തിന്റെ അലകൾ ഉയർന്നു വന്ന് അത് അവരുടെ വാക്കുകളെ നിശബ്ദമാക്കി. സുനയന രാജ്ഞിയുടെ മുന്നിൽ നിന്ന് 3 പേരും ബാഷ്പവാരി തൂകി. സുനയന രാജ്ഞിക്ക് അവരുടെ ദുഃഖം കണ്ട് സംസാരിക്കാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. അയോധ്യ രാജ്ഞിമാരെ ആശ്വസിപ്പിക്കുന്നതിനിടയിൽ അവർക്കും കണ്ണുനീർ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കൗസല്യ സുനയന രാജ്ഞിയോടായി പറഞ്ഞു, ഒരു വശത്ത് രാമനും സീതയും വനത്തിൽ വസിക്കുന്നതിലുള്ള ദുഃഖം, മറുവശത്ത് അതിനേക്കാൾ ഭീകരമാണ് ഭരതന്റെ അവസ്ഥ. ഭരതനെ കാണുമ്പോൾ തന്നെ തന്റെ ഉത്കണ്ഠ ഇരട്ടിക്കുന്നു. കുറച്ചുകാലം ഭരതൻ രാമനോടൊപ്പം വസിക്കട്ടെ, അവന്റെ ദുഃഖത്തിനു ശമനമുണ്ടാകും. ലക്ഷ്മണൻ ഭരണകാര്യം ഏറ്റെടുത്ത് അയോധ്യയിൽ കഴിയട്ടെ, സഹായിയായി ശത്രുഘ്നനും. അങ്ങനെയാകുമ്പോൾ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് ഒരുവിധം പരിഹാരമാവുകയും ചെയ്യും. അങ്ങനെ അങ്ങ് ഈ കാര്യം ജനക മഹാരാജാവിനെ ധരിപ്പിക്കണം. രാമനെ എങ്ങനെയെങ്കിലും ഇക്കാര്യത്തിൽ അനുനയിപ്പിക്കണം. അപ്പോൾ സുനയന രാജ്ഞി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും ജനക മഹാരാജാവ് അമ്മയെ സഹായിക്കാൻ സദാ സന്നദ്ധനാണ് എന്ന് പറഞ്ഞ് കൗസല്യയെ ആശ്വസിപ്പിച്ചു. പാദങ്ങളിൽ നമസ്കരിക്കുകയും ചെയ്തു. അവരിൽ നിന്നും അനുവാദം വാങ്ങി തന്റെ പുത്രിയായ സീതയെ കാണാൻ കുടിലിലേക്ക് പോയി. സീതയെ കണ്ട മാത്രയിൽ തന്നെ ദുഃഖാധീനയായി ഓടിച്ചെന്ന് മകളെ കെട്ടിപ്പിടിച്ചു. സീത പല മാർഗത്തിലും അമ്മയെ ആശ്വസിപ്പിച്ചു. അമ്മയുടെ പാദം തൊട്ട് വന്ദിച്ചു. അവർ സീതയുടെ സദ്ഗുണത്തെ വളരെയധികം പ്രകീർത്തിച്ചു. വാത്സല്യത്തോടെ ശിരസിൽ തലോടി. സീത അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളിൽ ലജ്ജാധീനയായി ഒന്ന് പുളഞ്ഞു നമ്രശിരസ്കയായി നിന്നു. സുനയന രാജ്ഞി ഗൃഹസ്ഥകളായ എല്ലാ സ്ത്രീകൾക്കും അനുകരിക്കാൻ എന്നോണം സർവ്വവിധ സദ്ഗുണങ്ങളുടെയും മൂർത്തിമദ്ഭാവമാണ് തന്റെ പുത്രിയെന്ന് പറഞ്ഞു സീതയെ ആലിംഗനം ചെയ്തു. പതിയെ പരിചരിക്കാനുണ്ട്. അധിക സമയം അമ്മയോടൊപ്പം ചെലവഴിക്കാൻ എനിക്കാകില്ല. അമ്മ എനിക്ക് അനുവാദം തരണമെന്ന് സീത അപേക്ഷിച്ചു. സീതയ്ക്ക് പതിയോടുള്ള ആദരപൂർവമായ ഭക്തിയെ മനസാ സ്തുതിച്ചുകൊണ്ട് അവളുടെ മാർഗത്തിൽ പ്രതിബന്ധം സൃഷ്ടിക്കാതെ പോകുവാൻ അനുവദിച്ചു. തന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയുന്നത് വരെ തന്റെ പുത്രിയെ നോക്കി നിന്നു. കണ്ണിൽ നിന്നും ഒഴുക്കിയ ബാഷ്പം തുടച്ചുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ രാജ്ഞി തിരിഞ്ഞു നടന്നു. അസ്തമനമാകാറായി. രാമനും 3 സഹോദരന്മാരും സ്നാനത്തിനും സന്ധ്യാവന്ദനത്തിനുമായി നദീതടത്തിലേക്ക് പോയി. എല്ലാവരും അവരെ അനുഗമിച്ചു. സ്നാനം ചെയ്തു ഫലമൂലാദികൾ ഭക്ഷിച്ച് വൃക്ഷച്ചുവട്ടിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് പ്രഭാത കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് എല്ലാവരും പർണശാലയ്ക്ക് സമീപം രാമന് ചുറ്റും കൂടി. രാമൻ വശ്യമായ മന്ദഹാസത്തോടുകൂടി എല്ലാവരുടെയും ആരോഗ്യത്തെക്കുറിച്ചും ക്ഷേമത്തെക്കുറിച്ചും അന്വേഷിച്ചു. ഏവരും പർണശാലയിൽ വളരെ സന്തുഷ്ടരായിരുന്നു. രാമൻ ഭരതന് സമീപം ചെന്നു. അപ്പോൾ ഭരതൻ തന്റെ ഒരാഗ്രഹം രാമനോട് പറഞ്ഞു. രാമന്റെ പാദസ്പർശത്താൽ പുണ്യമായ ചിത്രകൂട ശിഖരത്തിന്റെ ചുറ്റുമുള്ള നദികൾ, തടാകങ്ങൾ, അരുവികൾ, നിബിഡവനങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ ഇവയെല്ലാം സന്ദർശിക്കണമെന്ന് തനിക്കും തന്റെ കൂടെയുള്ള ബ്രാഹ്മണർ, പൗരപണ്ഡിതന്മാർ അങ്ങനെ എല്ലാവർക്കും ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. രാമൻ മറുപടി നൽകി. അത്രി മഹർഷിയുടെ അനുവാദം തേടി ഈ സ്ഥലങ്ങളെല്ലാം സന്തോഷത്തോടെ സന്ദർശിക്കാവുന്നതാണ്. അങ്ങനെ ഭരതൻ അത്രി മഹർഷിയുടെ അനുവാദവും തേടി യാത്ര പുറപ്പെട്ടു. വനത്തിന്റെ ഉൾപ്രദേശത്തേക്ക് പ്രവേശിച്ചു. പോയ വഴിയിൽ ഒരു കിണർ കണ്ടു. പർവ്വത പാർശ്വത്തിൽ എല്ലാ പുണ്യനദികളിൽ നിന്നും തടാകങ്ങളിൽ നിന്നുമുള്ള പുണ്യജലം അതിലുണ്ടായിരുന്നു. വെള്ളത്തിൽ വീണിരുന്ന ചപ്പുചവറുകളെല്ലാം തന്റെ കൈകൊണ്ട് വൃത്തിയാക്കി വെള്ളം സ്വല്പം എടുത്ത് ഭരതൻ ശിരസിൽ തളിച്ചു. ആ കിണറാണ് ഭരതകൂപം എന്ന് അറിയപ്പെടുന്നത്. ഭരതൻ പിന്നീട് തന്റെ അനുയായികളോടൊപ്പം ചിത്രകൂടത്തിലെ എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ചു. സായിറാം. സായിരാം പ്രിയങ്ക വളരെ 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 നന്നായിട്ട് സംഗ്രഹം പറഞ്ഞു കേട്ടോ. വെരി നൈസ്, നന്നായിരുന്നു. ഭഗവാന്റെ വെച്ചോളൂ. ఈ ఉపనయనము గావించిన తరువాతనే ఈ నలుగురు పిల్లలను కూడాను విద్య నేర్పించే నిమిత్తమై వశిష్ఠుల వారి దగ్గర చేర్చాడు. After threat ceremony, all the 4 boys are sent to Vasishtha for learning. ఇక్కడ 10వ సంవత్సరం లోపలనే సమస్త వేదములు కూడాను నేర్చుకున్నారు. They have learnt all Vedas even before they reach 11th year. సర్వే వేదం ఉదసీయం సర్వే లోక సుభాషితం సర్వే జ్ఞానోపసంపన్నః సర్వే సముదితా గుణైః. ఈ 4 రకములైనటువంటి విద్యలను ఆ యొక్క నలుగురు అన్నదమ్ములు కూడాను పూర్తి గావించారు 10వ సంవత్సరం లోపల.
All four brothers have learnt all the sacred texts before they reach సర్వే 11th year. వేద విదూరం. ఋగ్వేద, యజుర్వేద, సామవేద, అథర్వణ వేదమును పూర్తిగా వీరు చదువుకోగలిగారు. They have gone through completely all the four Vedas. ఇంతే కాక వీరు మహాసూరులుగా రూపొందారు. They also shaped themselves as powerful warriors. లౌకికమైనటువంటి విద్యలు కాకుండా Not merely, నైతిక, ధార్మిక, ఆధ్యాత్మిక విద్యల లోపలనే వీరింత ప్రవీణులుగా రూపొందారు. they have become experts in morals and ethics. ఇంకా రెండవది ఏమిటి? What is the next one? సర్వే లోకహితే రతః. లోకహితమే వీరి యొక్క ప్రధాన ప్రాణంగా భావిస్తూ వచ్చారు. They considered the welfare of the society as most important essential. నా సుఖమే కావాలని, లేక నా కుటుంబ సుఖమే కావాలని, లేక నా గ్రామ సుఖమే కావాలని, లేక నా రాష్ట్ర సుఖమే కావాలని, లేక నా దేశ సుఖమే కావాలని వీరు సంకుచితమైన భావంతో ఆశించలేదు. They never entertained narrow feelings that I should be happy, my family should be happy, my village should be happy, my state and my nation, and so on. సర్వే లోక హితే రతః. సమస్త లోకములు కూడాను మంచిగా ఉంటుండాలి. The entire universe should be happy. ఈ లోకముల యొక్క హితమును కోరేటువంటి దాంట్లో వారు ప్రేమతత్వాన్ని ఎక్కువగా ప్రకటిస్తూ వచ్చారు. They developed that spirit of love as to desire and pray అనగా for the welfare of the world. రామ, లక్ష్మణ, భరత, శత్రుఘ్నులు విశాల హృదయులుగా రూపొందుతూ వచ్చారు. They were very broad-minded. సంకుచిత భావములు వారి యందు ఏనాడు కూడాను ఎప్పుడు కూడాను ప్రకటించలేదు. At no point of time they were narrow-minded. ఇంకా మూడవది, Third one, సర్వే జ్ఞానహితే రతః. సమస్త జ్ఞానములు కూడాను తెలుసుకున్నారు. they acquired all forms of wisdom. ఎట్టి జ్ఞానములు? భౌతిక జ్ఞానము, లౌకిక జ్ఞానము, సంగీత జ్ఞానము, సాహిత్య జ్ఞానము, నృత్య జ్ఞానము, చిత్ర జ్ఞానము, శిల్పి జ్ఞానము, ఈ జ్ఞానములు కాదు వారు. Not the worldly knowledge like that of the music, the science and sculpture. సర్వే జ్ఞానహితో రతః. ఆత్మజ్ఞానమే సర్వజ్ఞానములకు మూలాధారము. They have acquired the spiritual knowledge of the spirit of the self. లౌకికమైన, భౌతికమైన ఈ జ్ఞానములన్నీ కూడాను కొన్ని చిన్న చిన్న నదులు వంటివి. The physical formal education are like rivers. కానీ ఆధ్యాత్మిక జ్ఞానము, ఆత్మజ్ఞానము పెద్ద సముద్రం వంటిది. But the knowledge of the self or the spirit is like an ocean. నదీనాం సాగరో గతిః. ఈ చిన్న చిన్న నదులన్నీ కూడాను సాగరం వల్లనే ఆవిర్భవిస్తున్నాయి, సాగరం నందనే ఐక్యమైపోతున్నాయి. All rivers are born out of an ocean, ultimately merge into the ocean. అట్టి సాగర స్వరూపమైనటువంటి యొక్క ఆత్మజ్ఞానాన్ని అభ్యసించారు ఈ నాలుగు అన్నదమ్ములు. All four brothers acquired this knowledge of the spirit or the self. പ്രിയങ്ക കഥന പാടിക്കോളൂ. ശ്രീരാമചന്ദ്ര ജയ രാമചന്ദ്ര രഘുവീര രണധീര രഘുകുല രാമ. ശ്രീരാമചന്ദ്ര ജയ രാമചന്ദ്ര രഘുവീര രണധീര രഘുകുല രാമ. ദശരഥ നന്ദന ദയാഭിരാമ దానవ భంజన కోదండ రామ. కళ్యాణ రామ కమనీయ రామ. రఘువీర రణధీర రఘుకుల రామ. శ్రీరామచంద్ర జయ రామచంద్ర రఘువీర രണധീര രഘുകുല രാമ. പ്രിയങ്ക വീഡിയോ ഒന്ന് ഓൺ ചെയ്യോ, ഒരു മിനിറ്റില് റെക്കോർഡ് ആവാൻ. സൈറാം ആരാണെന്ന് കാണാൻ വേണ്ടി നേരെ ഇരിക്കൂ. അതായത് നമ്മുടെ ഇതിൽ വരണമല്ലോ, യൂട്യൂബിൽ വരുമ്പോഴേ ആരാണ് പറഞ്ഞതെന്ന് കാണണ്ടേ, അതുകൊണ്ടാണ്. സൈറാം നന്നായിട്ട് വായിച്ചു, നന്നായിട്ട് പാടി, വെരി നൈസ് കേട്ടോ. താങ്ക് യു സൈറാം.
അപ്പോ സൈറാം, നമുക്ക് ഈ ഭരതാഗമനത്തെ തത്വത്തിലേക്ക് പ്രവേശിക്കാം. അതായത് പ്രിയങ്ക നന്നായിട്ട് സംഗ്രഹിച്ച് പറയുകയുണ്ടായി. അപ്പൊ ഇവിടെ ഭരതാഗമനം എന്ന അധ്യായത്തില് ഭരതന്റെ നിഷ്കളങ്കത, ധർമ്മനിഷ്ഠ, നിസ്വാർത്ഥത, ഇതാണ് പ്രധാനമായിട്ട് മുന്തി നിൽക്കുന്നത്. തനിക്ക് വേണ്ടിയാണല്ലോ രാമനെ രാജ്യഭ്രഷ്ടനാക്കിയെന്ന ചിന്ത ഭരതന്റെ മനസ്സിനെ വല്ലാതെ മഥിക്കുന്നു. അതിനാൽ കുലഗുരുവിനോടും കൗസല്യോടും മാമുനിമാരോടും എല്ലാവരോടും തന്റെ നിഷ്കളങ്കതയെപ്പറ്റി ഭരതൻ വെളിപ്പെടുത്തുന്നു. അധാർമികവും അന്യായവുമായി നേടുന്ന സ്ഥാനമാനങ്ങൾ ദുഷ്കീർത്തി മാത്രമേ വരുത്തുകയുള്ളൂ എന്ന് ഭരതൻ പ്രഖ്യാപിക്കുന്നത് നമുക്കൊരു പാഠമാണ്. ഭരണാധികാരി തെറ്റ് ചെയ്താൽ ജനങ്ങളെ തിരുത്തുവാനുള്ള ധാർമ്മികമായ അവകാശം അയാൾക്ക് നഷ്ടപ്പെടുന്നു. ഒരുവൻ ആചരിക്കുന്നത് മാത്രമേ പറയാവൂ എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു. സീതാരാമ ലക്ഷ്മണന്മാരെ കാണാതെ തനിക്ക് ജീവിക്കുവാൻ കഴിയില്ലെന്നും അതിനാൽ രാമസന്നിധിയിലേക്ക് പോകുവാനും അനുവാദം തരണമെന്ന് ഭരതൻ ചോദിക്കുന്നു. അത് ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും അനുഭവജ്ഞാനമുള്ള ഗുരുജനങ്ങളുടെ അഭിപ്രായം ആരായണമെന്നും അവരെ അറിയിക്കണം, സ്വയം തീരുമാനം എടുക്കരുതെന്നും ഭരതൻ പഠിപ്പിക്കുന്നു. എല്ലാ പാപങ്ങളും അറിഞ്ഞ് തന്റെ പാപങ്ങളിൽ പശ്ചാത്തപിച്ച കൈകേയിയെ തങ്ങളുടെ കൂടെ വരാൻ കൗസല്യ അനുവദിക്കുന്നു. അതിൽ നിന്നും എത്ര വലിയ തെറ്റ് ചെയ്താലും പശ്ചാത്തപിക്കുന്ന ഒരാളോട് ക്ഷമിക്കണമെന്നാണ് കൗസല്യ നമ്മെ പഠിപ്പിക്കുന്നത്. ഭരതൻ യാത്രയിലുടനീളം നഗ്നപാതനായി നടക്കുന്നു. അതായത് രാമനും മറ്റും വനാന്തരങ്ങളിൽ നടക്കുന്ന ദർശനം തന്നെയാണ് ഭരതന് എപ്പോഴും കണ്ണിന്റെ മുമ്പിലുള്ളത്. താൻ രാമന്റെ സേവകനാണെന്നും രാമന്റെ സാരഥി ആകുന്നത് വരെ രഥത്തിൽ കയറുകയോ ഒരു കുതിരപ്പുട കടിഞ്ഞാൻ പിടിക്കുകയോ ചെയ്യില്ല എന്ന കഠിനവ്രതം ഭരതൻ വീക്ഷിക്കുന്നു. തമസാ നദീ തീരത്തും ഗോമതി തീരത്തും എത്തുമ്പോൾ എല്ലാവർക്കും ഭക്ഷണപാനീയങ്ങൾ നൽകുവാൻ ഭരതൻ സൈനികരെ ഏർപ്പാടാക്കുന്നു. ശൃംഗവേരപുരത്ത് വെച്ചിട്ടും അല്പമാത്രം ഫലം സ്വീകരിച്ച ഭരതൻ സാത്വികനാണെന്ന് ഗുഹൻ മനസ്സിലാക്കുന്നു. ഒരുവന്റെ ഭക്ഷണ രീതി അയാളുടെ സ്വഭാവത്തിൽ പ്രഭാവം ഉണ്ടാക്കും എന്ന സത്യം നമുക്ക് മനസ്സിലാകുന്നു. രാമസഖാവായ ഗുഹനെ ഭരതൻ ആലിംഗനം ചെയ്യുന്നു. സീതയും രാമനും ലക്ഷ്മണനും എവിടെയെല്ലാം ഇരുന്നു അവിടെയെല്ലാം കാണുകയും ഗുഹനിൽ നിന്നും ഓരോ കാര്യവും മനസ്സിലാക്കുകയും ചെയ്യുന്നതിൽ നിന്നും ഭരതന്റെ തീവ്രമായ ഭക്തിയും സഹോദര സ്നേഹവും നമുക്കും ഗുഹനും മനസ്സിലാവുകയാണ്. രാമനില്ലാത്ത അയോധ്യ വനഭൂമിയാണെന്നും അവിടെ ഓരോരുത്തരും വിചാരിച്ചു. ഗുഹൻ എല്ലാവരെയും അക്കരയിൽ എത്തിക്കുന്നു, അവർക്ക് അവരുടെ കൂടെ വഴി കാണിക്കുകയും ചെയ്യുന്നു. പ്രയാഗയിൽ എത്തുമ്പോൾ ഗംഗാ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനം അവിടെ എത്തുമ്പോൾ ഭരദ്വാജ മുനി ആശ്രമത്തിൽ പ്രവേശിക്കുന്നു. അവിടെ നീയോ നിന്റെ അമ്മയോ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും എല്ലാം ഈശ്വരേച്ഛ മാത്രമാണെന്നും പറഞ്ഞ് ഭരതനെ ആശ്വസിപ്പിക്കുന്നു. മാത്രമല്ല രാമനോടുള്ള അഗാധ ഭക്തിയും സ്നേഹവും വെളിപ്പെടുത്തുന്ന ഭരതന്റെ ഓരോ വാക്കും അദ്ദേഹത്തെ വളരെ സന്തുഷ്ടനാക്കുന്നു. യമുനാ നദി കടന്ന ശേഷം ഭരതനും ശത്രുഘ്നനും സന്യാസവേഷം തന്നെ സ്വീകരിക്കുന്നു. അതായത് യമുനാ തീരത്തെ പൗരാവലിയുടെ അഭിപ്രായ പഠനത്തിൽ നിന്നും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അനുകൂലവും പ്രതികൂലവുമായ വിമർശനങ്ങൾ ഉണ്ടാകും എന്ന് നാം മനസ്സിലാക്കണം. രാമന്റെ മഹത്വം എല്ലാവരും അറിഞ്ഞിരിക്കുന്നുവെന്ന വസ്തുത ഭരതനെ സന്തുഷ്ടനാക്കുന്നു. അവർ ചിത്രകൂടത്തിന് സമീപം എത്തിയപ്പോൾ ഭരത ശത്രുഘ്നന്മാർ ദണ്ഡ നമസ്കാരം ചെയ്യുന്നു. അങ്ങനെ ഭരതൻ സൈന്യമായി വരുന്നത് കണ്ട ലക്ഷ്മണൻ ഭരതൻ ഉപദ്രവിക്കാൻ വരികയെന്ന് വെച്ചാൽ കോപിഷ്ഠനാകുന്നു. പക്ഷേ ലക്ഷ്മണനെ സമാധാനിപ്പിക്കുകയാണ് ശ്രീരാമൻ ചെയ്യുന്നത്. കൊട്ടാരത്തിലായാലും കാട്ടിലായാലും ഒരുപോലെ സന്തോഷത്തോടെ ഭക്തശുശ്രൂഷ ചെയ്യുന്ന സീത എല്ലാ ഭാര്യമാർക്കും ഉത്തമ ദൃഷ്ടാന്തമാണ് നൽകുന്നത്. തൻ്റെ കരുതൽ, സേവന സന്നദ്ധത, ദൃഢനിശ്ചയം മുതലായ സൽഗുണങ്ങൾ സീത പ്രകടിപ്പിക്കുന്നു. രാമലക്ഷ്മണന്മാരുടെയും ഭരതശത്രുഘ്നന്മാരുടെയും സഹോദര സ്നേഹം മനുഷ്യജാതിക്ക് തന്നെ മാതൃകയാണ്. നിസ്വാർത്ഥവും നിർമ്മലവുമായ പ്രേമമാണ് അവർ വെളിപ്പെടുത്തുന്നത്. ഭൗതിക ശരീരം ജലത്തിലെ കുമിള പോലെയാണ്. അതിനാൽ അവ
അപ്രത്യക്ഷമാകുമ്പോൾ സമചിത്തത നിലനിർത്തണം. രാമനും ലക്ഷ്മണനും അച്ഛന്റെ ശേഷക്രിയകൾക്ക് വേണ്ട വിധം നിർവഹിക്കുന്നു. അയോധ്യയിലേക്ക് എല്ലാവരും മടങ്ങണമെന്ന് രാമൻ നിർദ്ദേശിച്ചു. കുലഗുരുവും ഭരതനും എത്രയൊക്കെ പറഞ്ഞിട്ടും തന്റെ നിശ്ചയത്തിൽ നിന്നും പിതാവിന്റെ ആജ്ഞ പാലിക്കുക എന്ന തന്റെ ധർമ്മം, അതിൽ നിന്നും അണുവിട പോലും രാമൻ ചലിക്കുന്നില്ല. കൈകേയിയുടെ ഹൃദയം ദുഃഖത്താലും പശ്ചാത്തലത്താലും വിവശമായതിന് രാമൻ അവരെ സ്വാന്തനിപ്പിക്കുന്നു. അവർ ചെയ്തത് തൻ്റെ അവതാര ഉദ്ദേശത്തിന് പൂർത്തീകരിക്കുവാൻ സഹായകമായതുകൊണ്ട് അമ്മ അതിനെപ്പറ്റി വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അവരുടെ അനുഗ്രഹമാണ് ശ്രീരാമൻ നേടുന്നത്. അതായത് തെറ്റ് ചെയ്തവരെ നിഷ്കരണം തള്ളിക്കളയരുത്, പശ്ചാത്താപിക്കുമ്പോൾ അത് സ്വീകരിക്കുക എന്ന ഒരു സന്ദേശമാണ് ശ്രീരാമൻ നമുക്ക് നൽകുന്നത്. സീതയുടെ മാതാപിതാക്കളായ ജനകനും സുനയനയും യാതൊരു ധൃതിയോ അവകാശമോ സ്ഥാപിക്കാതെ സീതാരാമന്മാരെ കാണാൻ കാത്തിരിക്കുന്നത് ഓരോരുത്തർക്കും അവരുടെ സന്ദർഭത്തിനനുസരിച്ച് പെരുമാറേണ്ടതായ രീതി എന്താണ്, മര്യാദകൾ എന്താണ് എന്നുള്ള സന്ദേശം നമുക്ക് നൽകുന്നു. തൻ്റെ അമ്മ തന്നെ പുകഴ്ത്തുമ്പോൾ സീതാദേവി അവരെ തടയുകയാണ് ചെയ്യുന്നത്. ചിത്രകൂടത്തിലും പുണ്യനദീ തീരങ്ങളിലും ആശ്രമങ്ങൾ എന്നിവയൊക്കെ സന്ദർശിക്കുവാനുള്ള ആഗ്രഹം ഭരതൻ പ്രകടിപ്പിക്കുന്നു. അപ്പോഴും രാമന്റെ ഉപദേശം അത്രി മഹർഷിയുടെ അനുവാദത്തോടുകൂടി ഈ സ്ഥലങ്ങളാം സന്ദർശിക്കാനാണ്. കാരണം അത്രി മഹർഷിയാണ് അവിടെ, അനസൂയമാണ് അവിടെ ഏറ്റവും പ്രായമായ മുനിമാരായിട്ടുള്ളവര്. അവരുടെ അനുഗ്രഹത്തോടു കൂടിയും അനുവാദത്തോടു കൂടി വേണം ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കേണ്ടത്. അതായത് എല്ലായ്പ്പോഴും മര്യാദകൾ പാലിക്കുവാൻ ബദ്ധശ്രദ്ധനാണ് ശ്രീരാമൻ. ഈശ്വരൻ ഭൂമിയിൽ അവതരിക്കുന്നത് മാനവകുലത്തിന് പാഠം നൽകുവാനാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീരാമനെ മര്യാദാ പുരുഷോത്തമൻ എന്ന് പറയപ്പെടുന്നത്. തീർത്ഥയാത്രയിൽ പുണ്യനദികളുടെയൊക്കെ സംഗമസ്ഥാനമായ ഒരു കിണർ കാണുന്നു. അത് ശുദ്ധീകരിച്ച് ആ കൂപത്തിന് ഭരതകൂപം എന്നാണ് ഇന്നും പറയപ്പെടുന്നത്. ഇതാണ് ഇതിലെ രത്ന ചുരുക്കം. നമുക്കിനി ക്വിസിലേക്ക് പോകാം. തന്റെ ഭരണം ജനങ്ങൾക്ക് ആപത്ത് വരുത്തുമെന്ന് ഭരതൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? എവിടെ ശ്യാമള, എവിടെ സത്യഭാമ? അധാർമികവും അന്യായമായ ആരോപണമായി അതെ സ്ഥാനാരോപണം. അതെ. കൈകേയിയുടെ ഗൂഢാലോചനയിൽ ഭരതന് പങ്കില്ല എന്ന് എങ്ങനെയാണ് എല്ലാവർക്കും മനസ്സിലായത്? രാമനെ അന്വേഷിച്ചു പോകുമ്പം നഗ്നപാതനായിട്ടുള്ള യാത്ര. അതെ അതെ. പിറ്റേന്ന് തന്നെ രാമനെ കാണാൻ തീരുമാനിച്ചത്. ഭരതന്റെ തീരുമാനത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇത് സംഭവിക്കേണ്ടതാണ് സംഭവിച്ചത്. മാത്രല്ല അയോധ്യയിലെ പൗരാവലി മുഴുവൻ ഭരതന്റെ കൂടെ പോവാൻ തയ്യാറാവുന്നു. വസിഷ്ഠൻ തന്റെ രഥത്തിന് സാരഥിയാകാൻ ഭരതനോട് പറഞ്ഞപ്പോ ഭരതൻ എന്തു പറഞ്ഞു? രാമന്റെ സാരഥിയാകുന്നതിന് മുമ്പ് ആരുടെ സാരഥി ആവത്തില്ല, രഥത്തിൽ കയറത്തില്ലെന്നും കുതിരയുടെ കറക്റ്റ്. ഭരതന്റെ ഘോഷയാത്ര എവിടെയാണ് ആദ്യം എത്തിയത്? തമസ നദീതീരത്ത്, പിന്നെ ഗോമതി, പിന്നെ 3 നദികളുടെ സ്ഥാനത്ത് എത്തുന്നുണ്ട്. തമസാ നദി, ഗോമതി നദി, ഗംഗാ നദി. ശൃംഗവേരപുരത്തെത്തിയപ്പോ നിഷാദ രാജാവായ ഗുഹൻ എന്താണ് വിചാരിച്ചത്? രാമനെ എതിർക്കാൻ വേണ്ടി വരുന്നതായിരിക്കും, എന്ന് വിചാരിച്ചു. രാമന്റെ ശത്രുവായിട്ടാണ് വരുന്നതെന്ന് വിചാരിച്ചു. അതെ, അതുകൊണ്ട് തോണികൾ നൽകില്ല എന്ന് വിചാരിച്ചു. ഭരതന്റെ മനസ്സറിയാൻ എന്ത് കാഴ്ചദ്രവ്യമാണ് കൊണ്ടുപോയത് ഗുഹൻ? 3 തരം ഭക്ഷണപദാർത്ഥങ്ങളും കൊടുത്തു. കൊന്ന മൃഗത്തിന്റെ മാംസം, മത്സ്യം തുടങ്ങിയ ഏതാണ് സ്വാത്വികം? മാംസമാണ് രാജസികം. ഏറ്റവും മോശം മത്സ്യമാണ്. ഉണ്ടോ? മത്സ്യം താമസിക ഭക്ഷണമാണ്. കാരണം മത്സ്യം വെള്ളത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ വെള്ളം എന്തിനാണ് ഉപയോഗിക്കുന്നത്?
കുടിക്കാനും നമ്മൾ വെള്ളം എന്തിനാണ് കുടിക്ക- ഉപയോഗിക്കുന്നത്? ശുദ്ധീകരിക്കാനാണ് അല്ലേ? ശുദ്ധി എന്തെങ്കിലും മണമോ ദുർഗന്ധമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴുകിക്കളയാനല്ലേ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത്. പക്ഷെ വെള്ളത്തിൽ തന്നെ ജീവിക്കുന്ന മത്സ്യത്തിന്റെ മണം എന്താണ്? ഗുണമോ നല്ലതോ? നല്ലതല്ല. ചീത്തയല്ലേ? ദുർഗന്ധമാണ്. മത്സ്യത്തിന് ദുർഗന്ധമാണുള്ളത്. അതിൽ നിന്നും നല്ല പരിശുദ്ധമാക്കാൻ കഴിവുള്ള ജലത്തിൽ പോലും കഴിയുന്ന മത്സ്യത്തിന് ദുർഗന്ധമാണെങ്കിൽ എത്രമാത്രം താമസികമായ ഒരു ഭക്ഷണമാണ് മത്സ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? രാമസഖാവാണ് ഗുഹൻ എന്നറിഞ്ഞ ഭരതൻ എന്തു ചെയ്തു? ആലിംഗനം രാമനോട് കൂടുതൽ പറഞ്ഞോളൂ. ഗുഹനെ കൂടുതൽ ആലിംഗനം ചെയ്തു. ഗുഹനെ ആലിംഗനം ചെയ്തു. അതെ, ഗുഹനെ ഗുഹനെ ആലിംഗനം ചെയ്തുകൊണ്ട് രാമന്റെ വിവരങ്ങളൊക്കെ വർണ്ണനകളൊക്കെ ചോദിച്ചു. അതെ, ഭരതശത്രുഘ്നന്മാരെ പറ്റി ഗുഹൻ എന്താണ് മനസ്സിലാക്കിയത്? രാമന്റെ സഹോദര അനുയായികളാണെന്ന്, രാമഭക്തന്മാരാണെന്ന് മനസ്സിലാക്കി. അതെ, അർപ്പണബോധമുള്ള സഹോദരന്മാരാണെന്ന് മനസ്സിലാക്കി. ഓക്കെ. സീതാരാമന്മാർ പോയതോടെ അയോധ്യയുടെ അവസ്ഥ എന്തായി എന്നാണ് രാമൻ പറയുന്നത്? ഭരതനല്ലേ? അയോധ്യ മ്ലാനതയായി. അയോധ്യ വനമായി തീർന്നു. രാമൻ ഉള്ളിടത്താണ് അയോധ്യ ഉള്ളത്. അയോധ്യ വനമായി തീർന്നു. രാമനുള്ള ഭരതനല്ലേ? വനം ഭരതനല്ലേ അയോധ്യ. ഇവിടെ? അതെ, പിന്നെ ഗുഹൻ വഴി കാണിച്ച് അവരെവിടെയാണ് ആദ്യം എത്തുന്നത്? ശൃംഗേരി. ത്രിവേണി സംഗമസ്ഥാനം. അതെ, സംഗമസ്ഥാനം. ഭരദ്വാജ മുനി ഭരതന് കൊടുത്ത ഉപദേശത്തിന്റെ പൊരുൾ എന്താണ്? അതിന്റെ സാരം എന്താണ്? ഭരതൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും കൈകേയി ചെയ്തതെല്ലാം സരസ്വതി ദേവിയാണ് തെറ്റിയത്, കൈകേയിയല്ല. ദൈവേച്ഛയാണെന്നുള്ള അതെ, അതെ, ദേവിയാണ്. അതെ, കറക്റ്റ്. ദൈവത്തിന്റെ പദ്ധതിയാണ്. അതായത് ദൈവേച്ഛ നടപ്പിലാക്കുകയാണ് കൈകേയി ചെയ്തത്. അവരുടെ മനസ്സിന് മാറ്റമുണ്ടായത് ദൈവത്തിന്റെ പദ്ധതി കൊണ്ടാണ്. ഭരതൻ നിഷ്കളങ്കനും കുറ്റമറ്റവനുമാണ്. രാമന്റെ പദാരവിന്ദ ഭക്തിയാണ് എല്ലാ ക്ഷേമത്തിനും അടിസ്ഥാനം. അഭയം പ്രാപിക്കുന്നവരെ സംരക്ഷിക്കുന്നവനാണ് ശ്രീരാമൻ. ഭരതൻ രാമന്റെ പ്രേമത്തിന്റെ മനുഷ്യരൂപമാണ്. ഭരതന്റെ നിഷ്കളങ്കത യശസ് പാടി പുകഴ്ത്തപ്പെടും. രാജധർമ്മം അനുസരിച്ച് അച്ഛൻ നൽകിയ രാജ്യം ഭരതൻ ഭരിച്ചാൽ മാത്രമേ രാമൻ സന്തുഷ്ടനാകൂ എന്നും കൂടെ പറഞ്ഞു. ഭരതന്റെ ദുഃഖത്തിന്റെ കാരണം എന്തായിരുന്നു? എന്റെ മാതാവിനാണല്ലോ ഇതിന് കാരണം എന്നുള്ളത്. അതായത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് വനത്തിൽ അലയുകയല്ലേ, വെയിലും മഴയും എല്ലാം കൊണ്ട്. അതായിരുന്നു ഭരതന്റെ ദുഃഖഹേതു. മന്ദാകിനി തീരത്തെത്തിയപ്പോൾ ചിത്രകൂട ശിഖരം കണ്ടപ്പോൾ ഭരതശത്രുഘ്നന്മാർ എന്തു ചെയ്തു? അവിടെ നമസ്കരിച്ചു. രണ്ട് നമസ്കാരം ചെയ്ത് രാമനാമം ചൊല്ലി മുന്നോട്ട് പോയി. സീതാദേവിയുടെ സ്വപ്നം എന്തായിരുന്നു? ഭരതനും ലക്ഷ്മണനും അതീവ ദുഃഖിതരായിട്ട് ഒരുപാട് ക്ഷീണിച്ചു പോയി. എല്ലാവരും വരുന്നതായിട്ടാണ് ദേവി സ്വപ്നം കണ്ടത്. രാമൻ ലക്ഷ്മണനോട് എന്ത് പറഞ്ഞു? എന്തോ അപകട സൂചനയാണ്. സ്വപ്നത്തെ പറ്റി എന്ത് പറഞ്ഞു? സ്വപ്നം കണ്ടതിൽ നിന്നും ദുരന്തം സംഭവിക്കുന്നു. സീത സ്വപ്നത്തിൽ എല്ലാവരെയും കണ്ടു, പക്ഷെ ഞാൻ അച്ഛനെ മാത്രമേ കണ്ടുള്ളൂ. അതൊരു ദുശകുനമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ഒരു മരണവാർത്ത വരുന്നുള്ളത് ശ്രീരാമന് ഷുവർ ആയിരുന്നു, അറിയാം, അദ്ദേഹം സർവജ്ഞനല്ലേ. അതുകൊണ്ടാണ് അതിനു മുമ്പ് കുളിക്കണമെന്ന് പറഞ്ഞത്. ലക്ഷ്മണന് ക്രോധമുണ്ടായത് എന്തുകൊണ്ട്? ഭരതന്റെ ആഗമനം അതെ, പറഞ്ഞോളൂ.
ഭരതന്റെ ആഗമനം കൈകയുടെ കുത്സിതമായ ഒരു പ്ലാനാണ് എന്നായിരുന്നു വിചാരം. അതുകൊണ്ട് ദേഷ്യം വന്നു. ശ്രീരാമൻ എന്താണ് ലക്ഷ്മണനോട് പറഞ്ഞത്? ഒരിക്കലും സമാധാനമായിട്ടുള്ള ആശ്വസിപ്പിക്കുമ്പോ പറയുന്നത്, സദ്ഗുണശാലിയായ ഭരതന്റെ സ്നേഹം പൊയ്കയിലെ താമര പോലെ ഇക്ഷാകു വംശത്തിന് തിളക്കം കൂട്ടുന്ന അത്ര പരിശുദ്ധനും കുറ്റമറ്റവനും പുണ്യാത്മാവുമാണ് ഭരതൻ എന്ന് പറഞ്ഞു. വർണ്ണശാലയിൽ ഭരതൻ എന്താണ് ചെയ്തത്? വർണ്ണശാല പറഞ്ഞോളൂ. നമസ്കാരം ചെയ്തു. പണ്ട് വർണ്ണശാലയിൽ പ്രാണവേദനയോടെ രാമ എന്ന് വിളിച്ചു. ദശരഥന്റെ ചരമവൃത്താന്തം അറിഞ്ഞപ്പോൾ രാമൻ ലക്ഷ്മണനെ സമാധാനിപ്പിച്ചത് എങ്ങനെ? നമ്മൾ എപ്പോഴും പറയുന്നതല്ലേ, ഭൗതിക ശരീരം ജലത്തിലെ കുമിള പോലെ നശ്വരമാണ്. അവ പൊട്ടിത്തകർന്ന് അപ്രത്യക്ഷമാകേണ്ടവയാണ്. സംഭവിച്ചു കഴിഞ്ഞതിനെ കുറിച്ച് വ്യസനിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. വസിഷ്ഠൻ രാമലക്ഷ്മണനോട് പിതാവിനെ ഉദകക്രിയാൻ പറഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു? നദീതീരത്ത് പോയിട്ട് രാമൻ ജലപവിത്രീകരണ മന്ത്രം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഗംഗേ ജയമിനെ ജൈവ, ആ മന്ത്രം ചൊല്ലി ഭരതൻ വസിഷ്ഠ മഹർഷിയോട് എന്താണ് അപേക്ഷിച്ചത്? ഞാൻ ഇവിടെ നിൽക്കാം, അവര് മൂന്നാളും രാമനോട് രാമനും സീതയും കാട്ടിലേക്ക് പോയിട്ട് ഞാനും ശത്രുഘ്നും കാട്ടിൽ, ഞങ്ങൾ 3 പേര്, ശത്രുഘ്നും ലക്ഷ്മണനും ഞങ്ങള് സഹോദരന്മാരെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഭരതന്റെ ആദർശങ്ങളിൽ രാമനുള്ള നിശ്ചയദാർഢ്യം അറിഞ്ഞ കുലഗുരു രാമനോട് എന്ത് പറഞ്ഞു? സഹോദര സ്നേഹം. അതായത് കുലഗുരു രാമനോട് ഉപദേശിക്കുന്നത്, ഭരതന്റെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കണം, സജ്ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ജനങ്ങളുടെ താല്പര്യങ്ങൾക്കും രാഷ്ട്രത്തിന്റെ തത്വങ്ങൾക്കും വേദങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപദേശിച്ചു. ഭരതൻ രാമനോട് എന്ത് വരമാണ് ആവശ്യപ്പെട്ടത്? പറഞ്ഞത്, അച്ഛന്റെ ആജ്ഞ അനുസരിക്കാൻ 4 മക്കളും ഒരുപോലെ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് സീതയും രാമനും ലക്ഷ്മണനും അയോധ്യയിൽ പോണം. നാട് കടത്തപ്പെട്ടവരായിട്ട് ഞാനും ഭരതനും ശത്രുഘ്നും കാട്ടിൽ കഴിഞ്ഞോളാം. അതിനുള്ള വരമാണ് ചോദിച്ചത്. ഭരതന് രാമൻ നൽകിയ ഉപദേശം എന്തായിരുന്നു? അതെ, അതുകൊണ്ട് അച്ഛന്റെ ആജ്ഞ അനുസരിച്ച് രാജ്യം ഭരതൻ തന്നെ ഭരിക്കണം. രാമൻ തനിക്ക് നൽകപ്പെട്ട ആരണ്യ രാജ്യം കാത്തുരക്ഷിച്ചുകൊണ്ട് നീതിനിഷ്ഠയോടെ വസിച്ചുകൊള്ളാം എന്ന്. തന്റെ തെറ്റിൽ പശ്ചാത്താപ കൈകയോട് രാമൻ എന്താണ് പറഞ്ഞത്? ഇത് സംഭവിക്കാത്തതാണ്. അതെ, മാത്രല്ല എന്റെ അവതാര ഉദ്ദേശം സാധിക്കുന്നതിന് അമ്മ സഹായിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അമ്മ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഭരതനെ ഉപദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മയോട് യാതൊരു തരത്തിലുള്ള ദേഷ്യവും പാടില്ല എന്ന് ഭരതനെയും ഉപദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ക്വിസൊക്കെ നന്നായിട്ട് പറഞ്ഞു. ഇന്നത്തെ പൊതുവെ എല്ലാം വളരെ മനോഹരമായി ഭഗവാന്റെ പാദാരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രിയങ്ക സമസ്ത ലോക പറഞ്ഞോളൂ. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.